നമസ്കാരം, സായിബ്രോ ആണ്. നിങ്ങളിപ്പോൾ കുറച്ച് വീഡിയോകളായിട്ട് കാണുന്നത് ബാംഗ്ലൂരിലെ കാഴ്ചകളാണ്. ഇപ്പോഴും ഞാൻ ബാംഗ്ലൂർ തന്നെയാണ് ഉള്ളത്. കമലിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴൊക്കെയുള്ള വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വളരെ വലിയതാണ്. അത് ഇനി അങ്ങോട്ടും ഉണ്ടെന്ന് എനിക്കറിയാം. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ചെറിയൊരു ബിസിനസ് സംരംഭം ഇവിടെ ആരംഭിക്കാനുള്ള ഒരു പ്ലാനുണ്ട്. ചെറുതായിട്ട് ഒരു ഫുഡിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം. അത് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് പറയാം. ഒപ്പം തന്നെ നമ്മൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ യാത്രകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇതുവരെയുള്ള സപ്പോർട്ടിന് എന്തായാലും വളരെ വളരെ നന്ദിയുണ്ട്. ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അപ്പോൾ ബാംഗ്ലൂർ കാഴ്ചകളാണ് ഈ വീഡിയോയിലും. നിങ്ങൾക്ക് ആ ഒരു കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് തിരുമലഗിരി ശ്രീ ലക്ഷ്മി വെങ്കടേശ്വര ടെമ്പിൾ. അത് JP നഗറിലാണ് ഉള്ളത്. നമ്മുടെ കമൽ അധികം ദിവസങ്ങളിലും അവിടെ പോയി തൊഴുന്ന ഒരു വ്യക്തിയാണ്. ഞാനും 1-2 പ്രാവശ്യം മുന്നേ പോയിട്ടുണ്ട് അവൻ്റെ ഒപ്പം. ഇപ്പോൾ നമ്മൾ ആ ഒരു അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്, അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അനന്തശായി ആയിട്ടുള്ള രംഗനാഥസ്വാമിയുടെ വിഗ്രഹമാണ്. അത് ഒറ്റക്കല്ലിലാണ് അത് തീർത്തിരിക്കുന്നത്. അത് 2020 ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. ആ ഒരു അനന്തശായി ആയിട്ടുള്ള ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ഹോളിലൂടെയാണ് അത് കാണാനായിട്ട് ദർശിക്കാനായിട്ട് പറ്റുക. വളരെ മനോഹരമായിട്ടുള്ള ഒരു ശില്പം തന്നെയാണ് അതിനുള്ളിൽ കാണാനായിട്ട് നമുക്ക് പറ്റുന്നത്. എല്ലാ മാസവും കമലിൻ്റെ പേരിൽ ഇവിടെ പൂജയുണ്ട്. ഒരു ദിവസത്തെ പൂജ കഴിക്കാറുണ്ട് അവൻ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പുഷ്പങ്ങൾ ഓൾറെഡി നമ്മളവിടുന്ന് വാങ്ങിക്കുകയാണ്. ഈ ഒരു എന്താ പറയുക, ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ഇത്തരത്തിലുള്ള കടകൾ ഉണ്ട്. തുളസിപ്പൂവും അതുപോലെ തന്നെ താമരപ്പൂവൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ദർശനമാണ്. ഇന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ അവർ നേരെ മുന്നിലേക്ക് ഇരുത്താനായിട്ടുള്ള നമുക്ക് പൂജയുള്ള ആൾക്കാരൊക്കെ മുന്നിലിരുത്തിയിട്ടാണ് ദർശനം നൽകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ ദർശനമാണ് ഉള്ളിലേക്ക് കയറിയപ്പോൾ കിട്ടുന്നത്. തിരുപ്പതി ഭഗവാന്റെ ഒരു വലിയ തിരുപ്പതി വെങ്കടേശ്വര സ്വാമി ആണ് ഈ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അപ്പോൾ നമ്മൾ കാണുന്നത് കല്യാണം നടക്കുന്നുണ്ട് ഈ ഒരു ക്ഷേത്രത്തിനകത്ത്. ആ ഒരു കാഴ്ചയാണ്. കന്നഡക്കാരുടെ കല്യാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരുന്നിട്ടൊക്കെയാണ് അവർ കല്യാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ട്രസ്റ്റി മെമ്പേഴ്സൊക്കെ നമ്മുടെ പരിചയക്കാരായി മാറി. ഇദ്ദേഹത്തിന് മലയാളിയായിട്ടുള്ള 2-3 ഫ്രണ്ട്സ് ഉണ്ട്. ഇദ്ദേഹം വിജയ ബാങ്കിൻ്റെ മാനേജറായിരുന്നു മണ്ണാർക്കാട്. അങ്ങനെ കേരളത്തിൽ വന്നും പോയൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. കന്നഡക്കാരാണ്, പക്ഷെ അവർക്ക് നമ്മുടെ ഏരിയയൊക്കെ അറിയാനായിട്ട് പറ്റും. പാലക്കാട് ജില്ലയിലെ കുറേ സ്ഥലങ്ങളൊക്കെ പുള്ളിക്കറിയാം. അങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ഈ ഒരു നമ്മുടെ എന്താ പറയുക, ഭഗവാന്റെ സന്നിധി എന്ന് പറയുന്നത്. വളരെ നീറ്റും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. JP നഗറിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. അധികം ആളുകൾക്ക്, ബാംഗ്ലൂരിലെ ആളുകൾക്കെല്ലാം അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തിരുപ്പതി വെങ്കടാചലപതിയുടെ ആ ഒരു പ്രൗഢിയോട് കൂടി നിൽക്കുന്ന ഉള്ളിലെ വിഗ്രഹങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു
പോസിറ്റീവ് എനർജി അതുപോലെ തന്നെ ഭംഗിയായിട്ടുള്ള വിഗ്രഹങ്ങളാണ് ഈ ഒരു ക്ഷേത്രത്തിനകത്തുള്ളത് കാണാനായിട്ട് പറ്റുന്നതും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അന്നത്തെ ദിവസം തന്നെ നമുക്ക് ഒരു പോസിറ്റീവായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തോന്നി. ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഒരു 7 കിലോമീറ്റർ ഇപ്പുറത്താണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ബൈക്കിന് വന്നു, ഇവിടെ സന്ദർശിച്ചു. ഈ ഒരു ക്ഷേത്രം ബാംഗ്ലൂർ സിറ്റിയിലെ എന്താ പറയുക അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് വെങ്കിടാചലപതിയുടെ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര ആ ക്ഷേത്രത്തിൽ വന്നിട്ട് നമ്മൾ തിരിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണിപ്പോൾ. നമ്മൾ ആ ഒരു എന്താ പറയുക ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്കിലൊക്കെ ഇടയ്ക്ക് പെടുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് അന്നത്തെ ദിവസം ഒരു പോസിറ്റീവാണ് കിട്ടുന്നത്. ഈ നഗരത്തിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ എന്താ പറയുക സുഖമുള്ളൊരു കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ യാത്ര ചെയ്യുന്നത് വളരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ സ്കൂട്ടറിൽ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യുന്നത്. ഇപ്പം നമ്മൾ രാമേശ്വരം കഫേ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് 2 കിലോമീറ്ററാണ് ഈ ഒരു രാമേശ്വരം കഫേയിലേക്കുള്ളത്. നമ്മളിവിടെ സ്കൂട്ടർ ഓടിച്ച് തന്നെ ഇവിടെ എത്തി. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഈ ഒരു രാമേശ്വരം കഫേയെക്കുറിച്ച് ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റുണ്ടായ സ്ഫോടനമൊക്കെ വാർത്തയായിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ അല്ല, വേറെ ബാംഗ്ലൂരിൽ തന്നെ വേറെ ഒരു സ്ഥലത്താണ്. അപ്പോൾ നമ്മളിവിടെ ഫുഡിൻ്റെയൊക്കെ അവരോട് ഫുഡിൻ്റെ ചെറിയ എന്താ പറയുക മോഡൽ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താണ് വേണ്ടതെന്ന് അതിൽ നോക്കി ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനും കമൽ എൻ്റെ അഭിപ്രായത്തോട് കമൽ യോജിക്കുകയാണ് ഉണ്ടായത്. 2 പേർക്കും മസാല ദോശ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാനൊരു ചായ ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ കമലൊരു തൈര് സാദം അതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ചായയൊക്കെ ഉണ്ടാക്കുന്ന എന്താ പറയുക നല്ല ഭംഗിയായിട്ടുണ്ട ഒരു അറ്റ്മോസ്ഫിയറാണ്. വൃത്തി ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി ഒരു ഹോട്ടൽ തന്നെയാണ്, കഫേയാണ് രാമേശ്വരം കഫേ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഹോട്ടലാണ് കേട്ടത്. നല്ല പോലെ ആളുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഫുഡിന് കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാലും ഫുഡിൻ്റെ ഇവിടുത്തെ പ്രിപ്പറേഷനൊക്കെ വളരെ നീറ്റാണ്. അതുപോലെ തന്നെ ആളുകളൊക്കെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. നമ്മുടെ മസാല ദോശ അവിടെ വന്നിട്ടുണ്ട്. കാണുമ്പോൾ നല്ല എന്താ പറയുക രുചിയുണ്ടെന്നൊക്കെ നമുക്ക് തോന്നും. എന്താണ് കാണുമ്പോൾ അല്ലല്ലോ, നമ്മൾ കഴിച്ചു കഴിഞ്ഞാലല്ലേ നമുക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുക. അപ്പോൾ 2 പേർക്കും മസാല ദോശയാണ് വേണ്ടത് ഓർഡർ ചെയ്തതും. അതിന് മുന്നേ ഒരു തൈര് സാദം ഇപ്പം നമ്മൾ കമൽ കഴിച്ചു, കുഴപ്പമില്ല എന്നാണ് അവൻ പറഞ്ഞത് എൻ്റെ അടുത്ത്. അത് കഴിക്കാം. വരാം. മതി അവരൊക്കെ കാണാം. ഇവരെയൊക്കെ കിട്ടും. എന്താ പറയുന്നത് ഇവിടെ രാമേശ്വരം കഫേയിലെ മസാല ദോശയാണ് കഴിക്കുന്നത്. നല്ല മസാല ദോശയാണ്. നല്ല മസാല ദോശയാണ്. പിന്നെ നെയ്യാണ് നെയ്യിലുണ്ടാക്കിയത്. ഓഫാക്കിയതാ. എന്തായാലും മസാല ഭയങ്കര നെയ്യാണ്. നെയ്യിൻ്റെ ടേസ്റ്റാണ് അധികം വരുന്നത്.
എന്താ പറയുക, നമ്മൾ ശരിക്കും പറഞ്ഞാൽ മറ്റേ എന്ത് ഓയിലല്ലേ, സൾഫർ ഓയിലല്ലേ വേറെ സ്ഥലത്തൊക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഫുള്ള് നെയ്യാണല്ലേ. അതെ, ഇവിടെ ബട്ടർ നെയ്യൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ബട്ടറും നെയ്യൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഗംഭീരമായിട്ടുള്ളൊരു സ്വാദാണ്. അപ്പോൾ നമുക്കത് ഫിനിഷ് ചെയ്തിട്ട് ബാക്കി പറയാം. നമ്മുടെ നാട്ടിലത്തെ ആ ഒരു മസാലയുടെ രുചിയൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഇതൊരു വെറൈറ്റി രുചിയാണ് കിട്ടിയത്. അതിനകത്ത് കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ദോശയ്ക്കകത്ത് കുറച്ച് എന്താ പറയുക, മുളക് പൊടി പോലെ എന്തൊക്കെയോ പൊടികളുണ്ടായിരുന്നു. ആ ഒരു പൊടിയുടെ ഒരു രുചിയാണ് നമുക്ക് കിട്ടിയത്. ഒപ്പം തന്നെ നെയ്യിലാണ് അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെയുള്ളൊരു എന്താ പറയുക ഭക്ഷണം കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലെ മസാല ദോശ ആണെന്ന് കരുതി കഴിക്കരുതെന്ന് മാത്രം. അതിൽ എന്തോ ഒരു രുചി വ്യത്യാസം എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഒപ്പം തന്നെ വീണ്ടും നമ്മൾ കുറേ സ്ഥലങ്ങൾ സന്ദർശിക്കാനുണ്ട്. അതെല്ലാം നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കമലിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അവൻ ഓഫീസിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.